ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നമ്മത്വം ഉണ്ടായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ദൈവത്തിൻ്റെ വചനം ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ഒരു കൺക്ലൂഷൻ വേർഡാണ്. എന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്കെതിരെ ഉണ്ടായ ശക്തമായ ഒരു പോരാട്ടത്തിൻ്റെ ഒരു വിടുതൽ, അല്ലെങ്കിൽ ഒരു ശുഭ പര്യവസാനം ആണ് ഈ പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ വന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എക്കാലത്തും ശുഭപ്പെട്ടിരിക്കും എന്നതിന് ഒരു വലിയ തെളിവാണ് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം. പ്രാർത്ഥിച്ച് ജയിച്ച ഒരു മനുഷ്യനാണ് ദാനിയേൽ. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കപ്പെട്ട പൊസിഷന്റെ എല്ലാം കാരണം പ്രാർത്ഥനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം പൂർണ്ണമായി നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചിന്തകളിൽ പ്രധാന ഒരു ചിന്ത, പ്രാർത്ഥിക്കുന്നവന് ഒരു പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് എതിരെ ഉള്ള ഒരു പോരാട്ടം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പോരാട്ടമുണ്ട് എന്ന് പറഞ്ഞ് ആ പുസ്തകം നിൽക്കുകയല്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ ജയിക്കും, അവനൊരു ശുഭത കിട്ടും, അവനൊരു അനുഗ്രഹം കിട്ടും എന്ന ശ്രേഷ്ഠമേറിയൊരു സന്ദേശം ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ബലപ്പെടുവാൻ തക്കവണ്ണം ആ അധ്യായങ്ങൾ നമുക്ക് തരുന്നു എന്നുള്ളത് ഈ പ്രഭാതത്തിൽ സ്തോത്രം നമുക്ക് ധ്യാനിക്കുവാൻ, നമുക്ക് സ്തോത്രം ഹല്ലേലൂയ നമുക്കും അതൊരു മാതൃകയാക്കുവാൻ കർത്താവ് ഈ 2026 ജനുവരി മാസം ചില ആരംഭങ്ങൾ കുറിക്കുവാൻ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുമ്പോൾ, അതേ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ശുഭതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. അത് സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ഒരു ദിനചര്യയാക്കുക എന്നതാണ് ഈ പ്രഭാതത്തിലെ സന്ദേശം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3 ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾക്ക് ഇവർ കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. അപ്പോൾ നോക്കണം, 120 പ്രധാന ദേശാധിപതികളും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിച്ചു. അതിനും മുകളിൽ എന്ന് വച്ചാൽ രാജ്യത്തിൻ്റെ പ്രധാന ദേശാധിപതിമാരെക്കാൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിനും മുകളിൽ വച്ചിരിക്കുന്ന അധ്യക്ഷന്മാരെക്കാൾ ഉന്നത പദവി എന്ന് വെച്ചാൽ സ്തോത്രം രാജാവിൻ്റെ കഴിഞ്ഞാൽ അടുത്ത പദവിയിലേക്ക് ഉയർത്തുവാൻ രാജാവിന് ഹല്ലേലൂയ ദാനിയേലിനോട് ഇഷ്ടം തോന്നി എന്നാണ് അധ്യായം ആരംഭിക്കുന്നത്. എന്നാൽ ഈ ദേശാധിപതിമാർ ദാനിയേലിനെ തരം താഴ്ത്തുവാൻ, തനിക്ക് ഔദ്യോഗിക മേഖലയിൽ ലഭിച്ച ഒരു പദവിയെ തകർത്ത് കളവാൻ
അവർ ഒരു കാരണം അന്വേഷിച്ചു. കാരണം അന്വേഷിച്ചപ്പോൾ അവർ പ്രധാനമായും അവൻ്റെ ജോലിയിലാണ് അവർ ആദ്യം അത് അന്വേഷിച്ചത്. പക്ഷേ ജോലി സംബന്ധമായി ഒരു കാരണവും ഒരു കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. 6-4 ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂട്ടം കൂടി ദാനിയേലിൽ ലഭിച്ച പദവിയിൽ നിന്ന് അവനെ നശിപ്പിച്ചു കളയുവാൻ ഒരു കുറ്റം അന്വേഷിക്കുമ്പോൾ അവൻ്റെ ഔദ്യോഗിക ജോലിയിൽ നിന്ന് അത് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ ചിന്തിച്ചു, അവർ ആലോചിച്ചു, എന്താണ് ഒരു കാരണം കണ്ടെത്തുന്നത്? അല്ല, ഇവന്റെ വിജയത്തിന്റെ രഹസ്യം എന്താ? അല്ല, ഇവൻ ഉത്കൃഷ്ട മാനസനാകുന്നത് എന്താ? അല്ല, രാജാവിന് ഇവനോട് പ്രീതിയും പ്രസാദവും തോന്നുന്നത് എന്താ? അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യമാണ്, സ്തോത്രം, ഇവൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഇവൻ അനുസരിക്കുന്നു, ഇവൻ പ്രാർത്ഥിക്കുന്നു. അതാണ് ഇവന്റെ ജീവിതത്തിൽ ഈ വിജയത്തിനും ഇവൻ ഉത്കൃഷ്ട മാനസനാകുവാനും കാരണം എന്ന് അവർക്ക് മനസ്സിലായി. സ്തോത്രം. ദാനിയേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ പ്രാർത്ഥന ഒരു ദിനചര്യയാക്കിയ മനുഷ്യന്. പ്രൈസ് ദി ലോർഡ്. അത് 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു, ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന്റെ നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രതിസന്ധി വന്ന ദിവസമല്ല, ആ പ്രതികൂലം വന്ന ദിവസമല്ല, അവൻ മുൻപേ, അതായത് അവൻ എന്നും അത് ചെയ്യുന്നുണ്ട്, അന്നും അത് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രധാന ദേശാധിപതിമാർക്കും ഹല്ലേലൂയ അധ്യക്ഷന്മാർക്കും ഒരു കാര്യം മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയാണ് ഇവന്റെ വിജയത്തിന്റെ രഹസ്യമെന്ന്. അതിനെ തകർക്കുവാൻ അവർ ഒന്നിച്ച് പദ്ധതിയിടുന്നു. പ്രൈസ് ദി ലോർഡ്. രാജാവിനെ കൊണ്ടൊരു നിയമമൊക്കെ എഴുതി പിടിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റൊരാളോട് പ്രാർത്ഥിക്കരുത് എന്നുള്ളത് ഹല്ലേലൂയ അവർ രാജാവിനെ കൊണ്ട് തന്ത്രത്തിൽ അത് മുദ്രയിടിക്കുക. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നോക്കണം, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്കെതിരെ ഉണ്ടാകുന്ന പോരാട്ടം. അങ്ങനെ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ പ്രാർത്ഥിച്ചാൽ അവനെ സിംഹക്കുഴിയിൽ ഇട്ട് കളയണം. എന്നാൽ ദാനിയേലിന്റെ ജീവിതത്തിൽ, സ്തോത്രം, സിംഹക്കുഴി പ്രാർത്ഥനയ്ക്കൊരു തടസ്സമായിരുന്നില്ല. ഹല്ലേലൂയ. സിംഹക്കുഴിയിലേക്ക് ഇടുമെന്നുള്ള ആ രേഖ പ്രാർത്ഥനയ്ക്കൊരു തടസ്സമായില്ല. അവൻ മുമ്പേ ചെയ്തു വന്നിരുന്നത് പോലെ തന്നെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് നമ്മൾ ആ വചനത്തിലൂടെ വായിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം, അദ്ദേഹം സിംഹത്തിന്റെ കുഴിയിലേക്ക് പോകുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. സിംഹത്തിന്റെ കുഴിയിലേക്ക് താൻ എറിയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും, ഹല്ലേലൂയ, കർത്താവ് അവനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാണ് അവനെ സിംഹത്തിന്റെ കുഴിയിൽ ഇടുവാൻ ആഗ്രഹിച്ചത്? അവർ സിംഹത്തിന്റെ കുഴിയിലേക്ക് പോകപ്പെടുകയും, പ്രൈസ് ദി ലോർഡ്, ദാനിയേൽ വീണ്ടും, പ്രൈസ് ദി ലോർഡ്, തന്റെ സ്ഥാനത്ത് ഹല്ലേലൂയ പ്ലേസ് ചെയ്യപ്പെടുകയും, മാത്രമല്ല നമ്മളിവിടെ വായിച്ചത് ഇങ്ങനെയാണ്, അവൻ ദാര്യാവേശിന്റെ കാലത്ത് മാത്രമല്ല, കോരശിന്റെ കാലത്ത്, പ്രൈസ് ദി ലോർഡ്, രാജാക്കന്മാർ മാറിയാലും ശരി, തന്റെ സ്ഥാനം മാറാത്തതിന്റെ കാരണം ഹല്ലേലൂയ താൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന. അപ്പോൾ പ്രാർത്ഥിക്കുന്നവൻ കേവലം ദാര്യാവേശിന്റെ കാലത്ത് മാത്രമല്ല, കോരശിന്റെ കാലത്തും ശുഭപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു വാക്കിങ്ങനെ പറയട്ടെ. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ നീ തീരുമാനമെടുക്കുമ്പോൾ അതിനെതിരെ ഒരു പോരാട്ടമുണ്ട്. ദാനിയേലിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ആ പോരാട്ടം ഉണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥന മുടക്കുകയല്ല, നീ അത് തുടർമാനം ചെയ്യുക.
നിനക്കൊരു ശുഭത തന്ന്, ഒരു ഉറപ്പ് തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ തകർക്കുവാൻ നോക്കുന്ന ദേശാധിപതികൾ തകർന്നു പോകുമ്പോൾ നീ നിന്റെ സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവം നിന്നെ ഉറപ്പിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ എന്താണ് പ്രതിസന്ധി? പ്രൈസ് ദി ലോർഡ്. ഔദ്യോഗിക മേഖലയിൽ നിന്നിന് തകർത്ത് കളവാൻ പിശാച് ശ്രമിക്കുന്നു എങ്കിൽ ഭയപ്പെടേണ്ട. ഇന്നലെ ചെയ്തുകൊണ്ട് വന്നതുപോലെ തന്നെ വീണ്ടും പ്രാർത്ഥിക്കുക. അല്ല, പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ചടകുടഞ്ഞെഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കർത്താവ് നിനക്കൊരു ശുഭത തരും എന്നുള്ളത് പകൽക്കാലം പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, പ്രാർത്ഥിക്കുന്നവനെതിരെ പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥനയിൽ തുടരുന്നു എങ്കിൽ ശുഭത ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഇന്ന് ധ്യാനിച്ചു. ജനത്തിനതൊരു അനുഗ്രഹമാക്കണം. ഔദ്യോഗിക മേഖലയിൽ നിന്ന് തള്ളിയിട്ട് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ഈ പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് അകറ്റണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് ഒരു ശുഭത കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്ത് ജനത്തെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.